വെമ്പനീർപ്പൂവിലാണെങ്കിൽ ആശുപത്രിയിലിരുന്ന് വളരെയധികം സങ്കടപ്പെടുകയാണ് നമ്മുടെ രേവതി ട്ടോ. സച്ചിയേട്ടാ, എല്ലാവരും സ്വരുക്കൂട്ടി വെച്ച അവരുടെ സമ്പാദ്യമല്ലേ താൻ നശിപ്പിച്ചു കളഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് തന്നെയാണ് രേവതി സങ്കടപ്പെടുന്നത് എന്ന് കാണാം. രേവതി, നിനക്കൊന്നും പറ്റിയില്ലല്ലോ, പണമല്ലേ, അത് നമുക്കുണ്ടാക്കി പതിയെ തിരികെ കൊടുക്കാം. ഇപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിലേക്ക് പോകാമെന്ന് നമ്മുടെ സച്ചി പറയുകയാണ്. തുടർന്ന് വീട്ടിലേക്ക് പോകുന്നുണ്ട്. വീട്ടിലാണെങ്കിൽ അച്ഛൻ ഈ കാര്യം അറിഞ്ഞതും വളരെയധികം സങ്കടപ്പെടുകയാണ്. ആരാണ് മോളെ ഈ ചതി ചെയ്തത് എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയും സാധിക്കും. ഇതേ സമയമാണെങ്കിൽ അതൊന്നും തനിക്കറിയില്ല അച്ഛ എന്ന് പറഞ്ഞ് രേവതി പൊട്ടിക്കരയുകയാണ് എന്ന് കാണാം. ഒടുവിൽ നമ്മുടെ നത്ത് വരികയാണ്. നത്ത് വന്ന് മുത്തശ്ശി പണം കൊടുത്ത ആ സന്തോഷ വാർത്ത പറയുകയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയം സച്ചിക്കും രേവതിക്കും സന്തോഷമാകുന്നുണ്ട്. കൂടാതെ നഷ്ടപ്പെട്ടു പോയ പണം ലഭിച്ചു എന്നും പറയുന്നൊരു കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ,